സാന്ത്വനം സോബർ ലൈഫ് ഗ്രൂപ്പ് ലഹരി വിമോചന കൂട്ടായ്മ 14ാമത് വാർഷികവും കുടുംബസംഗമവും നടന്നു. മനഃശാസ്ത്രപരമായ ക്ലാസുകളും ചർച്ചയും ഓഗസ്റ്റ് 31 ഞായർ വൈകിട്ട് 5 മണിക്ക് വീണ്ടശ്ശേരി മേരി ഇമാക്കുലേറ്റ് ചർച്ച് ഹാളിൽ നടന്നു. പൊതുസമ്മേളനം പി.ജി. ISHO സതീഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. മേരി ഇമാക്കുലേറ്റ് ചർച്ച് വികാരി റവറന്റ് ഫാദർ ഡൊമിനി ചാഴൂർ സ്വാഗത പ്രഭാഷണവും റിട്ടയർഡ് SI MC ബാബു, ലില്ലു ടീച്ചർ, കേരള കൗൺസിലേഴ്സ് ഫോറം ഷാജി മാത്യു ജോസഫ് എന്നിവർ പങ്കെടുത്തു. ലഹരി ആസക്തി തുടങ്ങിയ വിവിധ തരത്തിലുള്ള ആസക്തി രോഗങ്ങളിൽ നിന്ന് എങ്ങനെ വിട്ടുനിൽക്കാം എന്നതിനെക്കുറിച്ചുള്ള മനഃശാസ്ത്രപരമായ ക്ലാസുകളും ചർച്ചകളും നടന്നു. ലഹരിയിൽ നിന്നും വിട്ടുനിൽക്കുന്ന കുടുംബങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം പ്രസ്തുത യോഗത്തിൽ ചർച്ച നടത്തി. ദീർഘവർഷങ്ങളായി ലഹരിയിൽ നിന്നും വിട്ടുനിൽക്കുന്നവർക്ക് മൊമെന്റോ നൽകി ആദരിച്ചു. ലഹരി വിമുക്ത കുടുംബാംഗങ്ങളുടെ സംഗീത വിരുന്നും ഉണ്ടായിരുന്നു. കേരള പ്രിയപ്പെട്ടവർക്ക് മൊമെന്റോ നൽകുക, അതാണ് ഈ പ്രോഗ്രാമിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. വരുന്ന ആളുകളും ഇങ്ങനെ മുന്നോട്ട് ജീവിക്കാൻ അവർക്ക് ശക്തി ലഭിക്കട്ടെ എന്ന ആശംസയോടുകൂടി മൊമെന്റോ നൽകുന്ന മഹനീയമായ ചടങ്ങ് നൽകി ആവശ്യമാണ്. നല്ലൊരു ജീവിത ശൈലി രൂപപ്പെടുത്തിക്കൊണ്ട് ഓരോ ദിവസവും ലഹരിയിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ള ഒരു നമ്മുടെ യുവാക്കൾ ഈ പണം ഏത് രീതിയിൽ സമ്പാദിക്കാനായിട്ട് അവരുടെ രീതിയിൽ ആ ജീവിതം ആഘോഷിക്കാനായിട്ടാണ് നമ്മുടെ അഡിക്ഷൻ മാനേജ്മെന്റ് പ്രോഗ്രാം എഡ്യൂക്കേറ്ററുമായി നമ്മുടെ ആദ്യത്തെ മുത്തായ ഷാജുവിന്റെ ഒരു കാര്യം ജീവിതങ്ങൾക്ക് വെള്ളിവെളിച്ചം തരാനായിട്ട് ദൈവം മാലാഖമാരെ അയക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മാലാഖമാർ ചിലപ്പോൾ നമ്മുടെ അമ്മയാകാം, അപ്പനാകാം, മക്കളാകാം, സഹോദരങ്ങളാകാം, കൂട്ടുകാരാകാം, കൂട്ടുകാരികളാകാം. പക്ഷേ ഇന്ന് ഈ സോബർ ലൈഫിന്റെ മേഖലയിലേക്ക് മാലാഖമാരായിട്ട് അയക്കപ്പെട്ടത് ഷാജി സാറും ലിലി ടീച്ചറുമാണ്. ഞാൻ വളരെ ബോധപൂർവമാണ് മാലാഖയുടെ വാക്ക് ഉപയോഗിച്ചത്. കാരണം ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ സന്ദേശം, ദൈവത്തിന്റെ ആഗ്രഹം ഭൂമിയിലെ മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടാണ് മാലാഖമാരുടെ ദൗത്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്കിൽ ഒരു കുടുംബത്തിന്റെ വേദന കാണുമ്പോൾ, ആ കുടുംബത്തിലെ ലഹരി മൂലം ബാക്കിയുള്ളവർ വേദനിച്ച് കാണുമ്പോൾ, ദൈവത്തിന്റെ വേദന, ദൈവം അനുഭവിക്കുന്ന അസ്വസ്ഥത, ആ കുടുംബത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉത്കണ്ഠ, ആകുലത, അത് പങ്കുവയ്ക്കാനായിട്ട് ദൈവത്തിന് ആരെങ്കിലും വേണം. ദൈവം സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പാലക്കാട് നിലമ്പൂരിലേക്ക് വന്നവർക്ക് എല്ലാവർക്കും സാന്ത്വനം തറവാടിന്റെ സാന്ത്വനം എന്ന വാക്കിന് അർത്ഥം ആരെ ആശ്വസിപ്പിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. എന്നുള്ള വാക്ക് ഞാൻ വളരെ ബോധപൂർവമാണ് ഉപയോഗിച്ചത്. അതിൻ്റെ ആദ്യത്തെ കൂട്ടായ്മ സാന്ത്വനം തൃശ്ശൂർ മേഖലയിലുള്ള ധാരാളം മക്കൾ, ജീവിത പങ്കാളികൾക്കും മക്കൾക്കും മാതാപിതാക്കൾക്കൊക്കെ വലിയ സന്തോഷത്തിൻ്റെ ദിനങ്ങൾ കുടുംബത്തിൽ നൽകാൻ കാരണം ഞാൻ സാന്ത്വനം ഗ്രൂപ്പിലെ അംഗമാണ്.
എനിക്കത് പറയാനായിട്ട് സന്തോഷം. ലഹരി മൂലം ഉണ്ടാക്കുന്ന ലഹരിയുടെ വിപത്തിനെ കുറിച്ച് നമ്മുടെ കേരളത്തെ ഏറ്റവും അധികം വെല്ലുവിളി നേരിടുന്നത് ഇത്തരം ലഹരിയുടെ ഒരു മാഫിയയുടെ ഒരു പിടികൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണെന്ന് ചോദിച്ചത്. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ കേരളം വളരെയധികം ഇന്നിപ്പോ ഇന്ത്യ എന്ന രാജ്യത്ത് ഏറ്റവും കൂടുതൽ ലഹരിയുടെ വിപണനവും ലഹരിയുടെ ഉപയോഗവും നടക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് നമ്മുടെ കേരളം മാറുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഇത്തരം കൂട്ടായ്മയുടെ അനിവാര്യതയാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഇത്തരം കൂട്ടായ്മകളാണ് ആവശ്യം. ഒരു 10-30 വർഷം മുമ്പ് നമ്മൾ പുറകിലേക്ക് പോകുമ്പോൾ, 40 വർഷം മുമ്പ് പുറകിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്നതിന്റെ എണ്ണം വളരെ കുറവായിരുന്നു. നമ്മൾ ചെറു ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ട് നമ്മളൊരു വ്യക്തി നന്നായി, നമ്മുടെ കുടുംബം നന്നായി, കുടുംബം നന്നായി, നമ്മുടെ സമൂഹം നന്നായി, സമൂഹം നന്നായി, നമ്മുടെ രാജ്യം നന്നായി, നമ്മുടെ ചെറു ക്ലാസ്സുകളിൽ തന്നെ നമ്മൾ പഠിച്ചിരുന്ന കാര്യം. അപ്പൊ നിങ്ങളുടെ ചെറുപ്പക്കാർ, നിങ്ങളുടെ മാതാപിതാക്കൾ അവരെത്രത്തോളം ലഹരി, നമുക്കിപ്പോ ലഹരിയുടെ ഉപയോഗം നമ്മൾ മദ്യപാനം നമ്മൾ പോകും, നിങ്ങൾക്ക് മദ്യം നിർത്തിയ ആളല്ല. പക്ഷെ നമ്മുടെ പൊതുസമൂഹത്തിൽ കാണുന്ന ഒരു കാര്യം, മദ്യപാനം ഒരു പ്രശ്നമല്ലാതെ മാറിയിട്ടില്ല. നമ്മുടെ സമൂഹത്തിൽ പൊതുവിടങ്ങളിലായാലും ഒരു പൊതുപരിപാടിയാണെങ്കിലും വീട്ടിലെ സ്വകാര്യ സ്ഥലങ്ങളാണെങ്കിലും മദ്യം അവിടെ ഏറ്റവും മദ്യമാണ് അവിടുത്തെ അടിസ്ഥാനം. മദ്യപിക്കാണ് പരിപാടികളിൽ പങ്കെടുക്കുള്ളൂ. നമ്മുടെ അയൽപക്കക്കാരാണെങ്കിലും നമ്മുടെ കുടുംബസുഹൃത്തുക്കൾ, കുടുംബക്കാരാണെങ്കിലും മദ്യം അവിടെ വെക്കാം. നമ്മുടെ തൃശ്ശൂർ പോലുള്ള ഒരു നമ്മുടെ ജില്ലയിലെ ഒരു സ്ഥിതിവിശേഷം. അപ്പൊ അതിന് വേറെ ലെവലാണ്. അപ്പൊ നമ്മുടെ മദ്യം മദ്യപിക്കുന്ന ഒരു പൊതുശീലമായി മാറി. നമുക്കറിയാം, നമ്മുടെ കൂട്ടുകാരുടെ ഏത് ഫംഗ്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഫംഗ്ഷനിൽ പോയാലും മദ്യം ഇപ്പൊ കഴിക്കുന്നത് ഒരു പ്രശ്നമല്ല. കൂട്ടുകൂടിയിട്ട് വീട്ടിൽ വന്നിട്ട് അവരുടെ അച്ഛൻ്റെ സുഹൃത്തുക്കളിൽ വന്ന് മദ്യപിക്കുന്നത് ഒരു പ്രശ്നമില്ലാണ്ടായി മാറി. അപ്പൊ നമ്മുടെ കുട്ടികൾ എപ്പോഴും അറിയാം, നമ്മുടെ കുട്ടികൾക്ക് എപ്പോഴും നമുക്ക് മാതൃകയാവുന്നതാണ് അച്ഛനമ്മ. ഒരു കുട്ടികളുടെ റോൾ മോഡൽസ് പറയുന്ന അച്ഛനമ്മ. ആ കുട്ടികള് എപ്പോഴും നമ്മുടെ ചെറിയൊരു ഒരു ദിവസം പ്രായമുള്ള കുട്ടികൾ കാണുന്നത് അല്ലെ, സംസാരിക്കാൻ പഠിക്കുന്ന അമ്മയിലും അവൻ ലോകം കാണുന്നത് അച്ഛനിലൂടെയാണെന്നാണ് പറയുന്നത്. അപ്പൊ അവൻ വീട്ടില് എന്തൊക്കെയാണ് അവന്റെ ശീലങ്ങൾ, നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ ശീലങ്ങൾ എന്തൊക്കെയാണ്, അവളോ അതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പൊതുവിടങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ ഇത്തരത്തിലുള്ള മദ്യപാന ശീലങ്ങൾ, ലഹരിയുടെ ഉപയോഗം അവൻ കണ്ടുപിടിക്കുമ്പോൾ അത് അവനൊരു തെറ്റല്ലാതായിട്ട് മാറും. അവനൊരു ലഹരിക്കായിട്ട്. അപ്പൊ നമ്മുടെ പൊതുസമൂഹത്തിൽ വളരെയധികം ഈ ഇത്തരത്തിലുള്ള കൂട്ടായ്മകളുടെ എണ്ണം കൂടുതൽ കാലം അതിക്രമിച്ചുകൊണ്ടിരിക്കും. കാരണം വളരെയധികം ഭീതിപ്പെടുത്തുന്ന കണക്കുകളാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അപ്പൊ ഇന്ന് നമ്മളിപ്പോ പിടിച്ചിട്ടുള്ള MDMA എന്ന സിന്തറ്റിക് ഡ്രഗുമായി പിടിച്ച ഒരു പ്രായം എന്ന് പറയുന്നത് 22 വയസ്സ് മാത്രമാണ്. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി 22 വയസ്സ് മാത്രം പ്രായമുള്ള 2 ചെറുപ്പക്കാരെയാണ് നമുക്ക് നിരന്തരം നമുക്കറിയാം ബാംഗ്ലൂരിൽ നിന്നും നിരന്തര കേസുകൾ വരും. അപ്പൊ അവര് എപ്പോഴും നമുക്ക് പുതിയ കാലഘട്ടത്തിന്റെ അല്ലെങ്കിൽ സിനിമകളിൽ കാണുന്ന രീതിയിൽ അവരുടെ ഹീറോയിൻസ് കാണിക്കുന്ന നായകന്മാര് കാണിക്കുന്ന രീതിയിലേക്കാണ് നമ്മുടെ ചെറുപ്പക്കാരെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അത് ലഹരിയുടെ കടത്തിന്, ലഹരി വിപണനം വളരെയധികം കൂടിയിരിക്കുക. അതിന് ലഹരി ഉപയോഗം പിന്നെ ലഹരിയുടെ കേന്ദ്രമാരായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അതിന്റെ ഒരു പുറകിലെ കാര്യം എന്താ വെച്ചാൽ ഇതിലൂടെ ഒരു വലിയൊരു ലാഭമുണ്ട്, പണം. കാരണം നമ്മുടെ കൂലികൾക്ക് വളരെയധികം